അപ്പം നമുക്കിന്ന് മത്തി കിട്ടിയിട്ടുണ്ട്. മത്തിക്ക് 400 രൂപ വിലയാണ്. എങ്കിലും കൊതി കൊണ്ട് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി മത്തിയാണ്. കുറച്ച് നാൾ കുഞ്ഞ മത്തിയല്ലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് ഇച്ചിരി നല്ല മത്തിയാണ്. അത് പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം എടുത്തിട്ട്, പക്ഷെ മത്തിക്ക് രുചി കുറയുമെന്നാണ് പറയുന്നത് പരിഞ്ഞിലുള്ളപ്പോൾ. പക്ഷേ മത്തിക്ക് രുചിയുണ്ടായിരുന്നു, പരിഞ്ഞിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പരിഞ്ഞിലെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സവാള കുത്തിയരിഞ്ഞത്, ഉപ്പ്, ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അത് നന്നായിട്ട് കൈകൊണ്ട് ഞെവടിയാണ് എടുത്തത്. എന്നിട്ട് ഉപ്പാണ് ഒഴിച്ചത് കേട്ടോ. ഉപ്പ് മറ്റേ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീരാണ് ഉപയോഗിച്ചത്. അത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി കൊടുക്കണം. എങ്കിലേ നമുക്ക് അട പോലെ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പക്ഷേ ഒരു മുട്ട എൻ്റെ കൂടെ ചേർത്താൽ നന്നായിട്ട് നമുക്ക് മുട്ട തിരിച്ചിടുന്ന പോലെ തിരിച്ചിടാൻ പറ്റും. പക്ഷെ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം. ഇത് കുറച്ച് നേരം വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. നമുക്ക് ഇനിയും അത് പരത്തി കൊടുക്കാം നന്നായിട്ട്. അധിക സമയം വേവൊന്നുമില്ല, കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിപ്പോൾ മസാലയൊക്കെ തേച്ച് വെറുതെ വേണമെങ്കിലും നമുക്കത് വറുത്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ 3-4 പേർക്ക് ഇത് വേണമെന്നുള്ളതുകൊണ്ട്, ഭയങ്കര ഫേവറേറ്റ് ആയതെന്നുള്ളത് കൊണ്ടാണ് ഇത്ര സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നത്. എങ്കിലേ എല്ലാവർക്കും കിട്ടത്തുള്ളല്ലോ. അതുകൊണ്ട് അടിപിടിയൊന്നും കൂടണ്ടല്ലോ. പിന്നെ ഇതിനകത്തിട്ട് ഞാൻ എണ്ണ കുറവായപ്പോൾ ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. വലിയ ആഡംബരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ തിരിച്ചിടാം. ഇച്ചിരി ടാസ്ക്കാണ് തിരിച്ചിടുന്നത്, എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഒപ്പിച്ചൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ കൂടെ നിൽക്കണം. ഇതിനകത്ത് അങ്ങനെ വലിയതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എൻ്റെ വീട്ടിലുള്ള കാഴ്ചകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പരിഞ്ഞിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് വയ്ക്കാം.